നമ്മുടെ സൗരയൂഥത്തിലെ ഭീമൻ ഗ്രഹമായ വ്യാഴത്തെ ഒരു പരാജയപ്പെട്ട നക്ഷത്രം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? 1321 ഭൂമികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്രയും വലിപ്പം വ്യാഴത്തിനുണ്ട്. സൂര്യനെപ്പോലെ തന്നെ ഹൈഡ്രജനും ഹീലിയവുമാണ് വ്യാഴത്തിലും പ്രധാനമായും ഉള്ളത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ വ്യാഴം വളരെ മുന്നിലാണെങ്കിലും ഒരു നക്ഷത്രമായി മാറാൻ ആവശ്യമായ മാസ് ഇതിനില്ല. മാസ് കുറവായതിനാൽ വ്യാഴത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കില്ല. അതായത് നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കാൻ ആവശ്യമായ ഉയർന്ന താപനിലയും മർദ്ദവും അവിടെ ഉണ്ടാകില്ല. ഒരു നക്ഷത്രമാകാൻ വ്യാഴത്തിന് നിലവിലുള്ളതിനേക്കാൾ 80 ഇരട്ടി മാസ് കൂടി ആവശ്യമാണ്. അതുകൊണ്ട് പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാകുന്നതിന് പകരം വാതകങ്ങൾ നിറഞ്ഞ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായി വ്യാഴം ഇന്നും തുടരുന്നു. എന്തൊക്കെ വിസ്മയിപ്പിക്കുന്ന അറിവുകളാണല്ലേ ഈ പ്രപഞ്ചം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്! കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.